ഹലോ ഡിയേഴ്സ്, നിങ്ങൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, ഒരു ചെറിയ മിസ്റ്റേക്ക്, ചെറുതെന്ന് പറയുമ്പോൾ ആ ഒരു മിസ്റ്റേക്കിന് നിങ്ങളുടെ കംപ്ലീറ്റ് മാർക്കിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന അത്രയും വലിയൊരു മിസ്റ്റേക്ക്. അതെന്താണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നുമല്ല, ഒട്ടും പ്ലാനിങ് ഇല്ലാതെ ഒരു ഫ്ലോയിൽ അങ്ങ് പഠിച്ചങ്ങ് പോകുന്നത്. അതായത് ഇപ്പം നിങ്ങളുടെ ഓണം എക്സാം കഴിഞ്ഞു. അപ്പോൾ ഓണം എക്സാമിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്ന ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറവായിരുന്നു. അതുപോലെ തന്നെ തുടക്കത്തിലെ കുറച്ച് ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ചാപ്റ്റേഴ്സാണ്. നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് സിലബസ് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ചാപ്റ്റേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിരുന്ന സമയവും വളരെ കൂടുതലുമായിരുന്നു. പക്ഷേ ഇനി ക്രിസ്മസ് എക്സാമിൻ്റെ കേസിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ഓൾറെഡി ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ ചാപ്റ്റേഴ്സാണ്. പക്ഷെ അത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമയം വളരെ കുറച്ചാണ്. കാരണം ഈ ഒരു ടൈമിലാണ് നിങ്ങളുടെ യൂത്ത് ഫെസ്റ്റിവൽ, ആർട്സ്, സ്പോർട്സൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരിപാടികൾ വരാൻ വേണ്ടി കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നടന്നാൽ, ഈ പരിപാടികളൊക്കെ നടന്നാലും നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളുടെ ചാപ്റ്റർ തീർത്തിരിക്കണം, നിങ്ങളത് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം അറിയാതെ, റിയലൈസ് ചെയ്യാതെ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ ഓണം എക്സാമിന് എങ്ങനെയാണോ പഠിച്ചുകൊണ്ടിരുന്നത് അതേ ഒരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ക്രിസ്മസ് എക്സാമിലേക്കും പോവുക എന്ന് പറയുന്നത് വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം ഓണം എക്സാമിന് നിങ്ങൾ എന്ത് ഫേസ് ചെയ്തോ, നിങ്ങൾ എന്ത് എഴുതിയോ ആ ഒരു കാര്യമല്ല നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് നിങ്ങളെ കാത്തിരിക്കുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ നേച്ചർ മാറുന്നുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. കോണ്ടൻറ്റ് ഒരുപാടുള്ള വലിയ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾ എങ്ങനെ പഠിച്ചോ ആ ഒരു ലെവലിലാവരുത് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റേഴ്സിന് വേണ്ടി കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ ഒരു മിസ്റ്റേക്കിനെ എങ്ങനെ ഒഴിവാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി പഠിക്കുമ്പോൾ ഇതാണ് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക എന്നുള്ളതാണ്. സാധാരണ നിങ്ങൾ റിവിഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കും, അതിനുശേഷം എക്സാമിനോട് അടുക്കുന്ന സമയത്താണ് നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് അത് വായിച്ച് പഠിക്കുകയാണ് നിങ്ങൾ പലരും ചെയ്യുക. പ്രോബ്ലം പേപ്പറിൻ്റെ കേസല്ല, പ്രോബ്ലം പേപ്പറിൻ്റെ ആണെങ്കിലും ആ ജസ്റ്റ് ഒന്നോ രണ്ടോ പ്രോബ്ലത്തിൽ നിങ്ങൾ നിർത്തുകയാണ് ചെയ്യുക. എന്നിട്ട് എക്സാമിനോട് അടുക്കുമ്പോഴാണ് നീട്ടി വലിച്ച് ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക, അല്ലേ? പക്ഷേ ഇനിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോണ്ടല്ലോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, പഠിക്കുന്നതിനൊപ്പം തന്നെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനോട് അടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ കിടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് തരുന്ന ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് മാത്രമേ നിങ്ങളുടെ കയ്യിലുണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ എക്സ്ട്രാ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് നിങ്ങൾ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കണം. ആ ഒരു ടൈമിലാണ് നമ്മുടെ ബാച്ചിൻ്റെ രണ്ട് ഫീച്ചേഴ്സ്, മെയിനായിട്ടുള്ള ഫീച്ചേഴ്സായിട്ടുള്ള ചാപ്റ്റർ വൈസ് എക്സാംസ്, ചാപ്റ്റർ വൈസ് വർക്ക് ഷീറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ PYQs ഒക്കെ നിങ്ങൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ബാച്ചിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഈ ഫീച്ചേഴ്സ് ഇപ്പോഴാണ് നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്ത് തുടങ്ങേണ്ടത്. അല്ലാതെ വെറുതെ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക്, അങ്ങനെയല്ല. ഈ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാച്ചിലെ കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വേണം ഇനി നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഈ താഴെ പോകുന്ന ഈ സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതിലെ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവർ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരും. മക്കളെ, എന്നാൽ മാത്രമേ നിങ്ങൾ മുൻപ് എങ്ങനെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഓണം എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്തോ അതേ രീതി അല്ലാതെ എക്സ്ട്രാ എഫേർട്ട്, അല്ലേ? എഫേർട്ട് ഇൻ ദ സെൻസ് നിങ്ങൾ കൂടുതൽ, നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്നും ഇരട്ടി ഡബിൾ ആക്കിയിട്ട് വേണം നിങ്ങൾ ഇനി എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. സമയം വളരെ കുറച്ചേ കിട്ടാനും പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് വേണം ഇനി നിങ്ങൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, ഒരു ടൈം ടേബിൾ സ്കെഡ്യൂൾ ചെയ്യുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാച്ചിൽ ആ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് തന്നെ നിങ്ങളത് കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാരും വിട്ടുപോകണ്ട. അപ്പോൾ അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. ചാച്ചാ, ബൈ.